Hi friends, welcome back to a new section. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 10-ൽ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 1 ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ, അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് പാർട്ട് 1-ൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ശേഷം വരുന്ന വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Derosio was a prominent person among the early Indian English authors. He served as an English teacher at Hindu College, Calcutta. In this block, we study the spirit of nationalism, Derosio's role in the creation of Young Bengal, and his literary contribution. Derosio ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എടുത്തു പറയാനായിട്ട് ഹിന്ദു കോളേജിൽ ഒരു ടീച്ചറായിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിന്ദു കോളേജ്, കൽക്കട്ട, ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഇൻ ദി ഏർലി 19th century, East India Company started dominating India. They began interfering with the socio-cultural areas of India. They took up a mission to educate Indians. Thus, they established colleges and educational institutions in Calcutta, Pune, Delhi, and Agra. All the colleges were centers of Oriental learning, but Hindu College of Calcutta provided Western learning. Later, the Hindu College of Calcutta became Presidency College. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയുടെ മേലെ അധികാരം സ്ഥാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ മേലെ അധികാരം സ്ഥാപിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ അധികാരമായിരുന്നു ഇന്ത്യയുടെ മേലെ സ്ഥാപിച്ചിരുന്നത്. സോ കോൾഡ് കൊളോണിയൽ മാസ്റ്റേഴ്സ്. അവരെ തന്നെ വിളിച്ചിരുന്ന ഒരു പേരാണ് കൊളോണിയൽ മാസ്റ്റേഴ്സ്. അങ്ങനെ അവർ അധികാരം അങ്ങനെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നു, അവരാണ് നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവരുടെ മേലെ വന്നതുപോലെ അവർക്കൊരു തോന്നലുണ്ടായി. സോ അവരെന്താ ചെയ്തത്, അവർ നമ്മളെ പഠിപ്പിക്കാനായിട്ട് കുറേ കോളേജുകളും കുറേ സ്കൂളുകളും അങ്ങനെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ സ്ഥാപിച്ചു. പ്രത്യേകിച്ച് കൽക്കട്ട, പൂന, ഡൽഹി, ആഗ്ര ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കോളേജുകളും അതുപോലെ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുപോലെ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ടയാണ്, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് കൾച്ചറൊക്കെ പഠിപ്പിച്ചിരുന്നത്. മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഓറിയൻ്റൽ ലേണിംഗ് മാത്രമായിരുന്നു ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Some of the Bengali gentlemen encouraged the establishment of Hindu College because they wanted their children to have benefits of a Western education. Ram Mohan Roy was one among them, but his friends did not support him because of his anti-Hindu sentiments and pro-Muslim and pro-Christian attitude. That may be the reason he was not a member of the college's committee. Actually, the fear of Western culture remained in the minds of Indians. Yet, they also had a desire to bring up their children in Western education. ഇവിടെ ഒരു ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിൽ തന്നെ പലർക്കും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അതെ, അത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ്. അവർക്ക് അവരുടെ മക്കളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കണം എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജാറാം മോഹൻ റോയ് ഒക്കെ
ഈ ചിന്താഗതിയിൽ പെട്ടവരായിരുന്നു. പക്ഷേ എന്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയിയുടെ ഹിന്ദു മതത്തിനോടുള്ളൊരു എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. അതേസമയം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിനോട് എന്താ പറയുക, ഒരു അമിതമായിട്ടൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഹിന്ദു കോളേജിൻ്റെ കമ്മിറ്റി മെമ്പർ ആയിരുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻസ് വെസ്റ്റേൺ ആളുകളുടെ നീക്കങ്ങൾ അത് അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വെസ്റ്റേൺ കോളനൈസേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് അവരുടെ നീക്കങ്ങളും അവരുടെ ആ ഒരു ആധിപത്യമൊക്കെ കണ്ടിട്ട് ഇന്ത്യൻസിന് വളരെയധികം പേടിയുണ്ടായിരുന്നു. പക്ഷെ അതേ സമയം നമുക്ക് ഇന്ത്യൻസിന് നമ്മളുടെ മക്കളെ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ മക്കളെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തായിരുന്നു ഇവർ വെസ്റ്റേൺ രീതികളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. By 1827, the building for the Hindu college was completed. In 1828, there were 400 boys joined the college, out of which 100 were selected for scholarship and they were given free books. The School Book Society and the Committee of Public Instruction paid for 5,000 books and that were imported from England. By 1841, the Hindu college taught Bengali besides with English, but Sanskrit and Persian was suspended. 1827 നമ്മുടെ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ടയുടെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 400 ബോയ്സ് ആയിരുന്നു അവിടെ ആദ്യം ജോയിൻ ചെയ്തത്. അതിൽ 100 പേർക്ക് സ്കോളർഷിപ്പ് അവർക്കതിന് സെലക്റ്റഡ് ആവുകയാണ്. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് ലഭിച്ചു. ഇനി ഇതിന് പുറമെ ഒരു 5,000 ബുക്സോളം ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ദ സ്കൂൾ ബുക്ക് സൊസൈറ്റി, കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസിനൊക്കെയാണ് ഇവർക്ക് പേയ്മെൻറ്റ് നൽകിയിരുന്നത്, മീൻസ് ഈ ബുക്സിന് പേയ്മെൻറ്റ് കൊടുത്തിരുന്നത്. 1841 ഹിന്ദു കോളേജിൽ ഇംഗ്ലീഷിന് പുറമെ ബംഗാളിയും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, സാൻസ്ക്രിതും അതുപോലെ പേർഷ്യനും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. India's education system was progressed by imparting the Western education through Hindu college. The quick development was taken place since the British people were interested in making the Indians as Western outlook. The British people felt easy in dealing with Indians through educating them their language and culture. ഇന്ത്യയുടെ പുരോഗതിയുടെ ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ടയെ തന്നെയാണ്. കാരണം അവരുടെ വിദ്യാഭ്യാസ പഠനങ്ങളാണ് നമുക്കൊരു വളർച്ച ശരിക്കും ഉണ്ടാവാനുള്ള വലിയൊരു കാരണം. അപ്പോൾ ബ്രിട്ടീഷേഴ്സാണ് ഇതിനായിട്ട് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അത് ഇന്ത്യൻസിനെ ഈ ബ്രിട്ടീഷേഴ്സിന് ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് അത് അവർക്കൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ളൊരു സ്നേഹമോ അതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവർക്ക് അവരുടെ ട്രേഡിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു അവരിത് ചെയ്തിരുന്നത്. Henry Louis Derosio was one of the earliest Indian faculty members of Hindu College, appointed to teach English language and English literature. He was born in Calcutta to Eurasian parents. He was influenced by the Western people. His speech, habits, dress manners, reading and thinking were looked as a Western rulers. ഡെറോസിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇത്രയും നേരം ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഓൾറെഡി ചാപ്റ്ററിൽ ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളതൊരു ഇൻട്രൊഡക്ടറി പാർട്ടിന് ഇത്രയൊന്നും നമുക്ക് എക്സാമിന് എഴുതേണ്ടി വരില്ല. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഗ്രഹിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഒരു ബേസ് കിട്ടുള്ളൂ. എങ്കിലാണ് നമുക്ക് പാഠം നന്നായിട്ട് പഠിക്കാനും ഒരു ഇൻട്രസ്റ്റോടു കൂടി പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡെറോസിയോനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ഷോർട്ടായിട്ട് ചെറിയ തോതിൽ നമ്മൾ ഇത് പറയുന്നുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ
എന്താ പറയുക, ഈ ആദ്യത്തെ ഏർലിയസ്റ്റ് ഇന്ത്യൻ ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. പഠിപ്പിച്ചിരുന്നത് ഹിന്ദു കോളേജിലാണ്, ഹിന്ദു കോളേജ് ഓഫ് കൽക്കട്ട. ഓക്കെ, അവിടെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം യൂറേഷ്യൻ പാരൻസിനാണ് ജനിച്ചിട്ടുള്ളത്. യൂറേഷ്യൻ പാരൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തെ ഡെറോസിയോ ഓൾറെഡി ഒരു വെസ്റ്റേണൈസ്ഡ് ലുക്കായിരുന്നു ഇദ്ദേഹത്തിനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതി, ഡ്രസ്സിങ് സ്റ്റൈല്, ഹാബിറ്റ്സ്, അങ്ങനെ റീഡിങ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതികൾ, ഇതൊക്കെ തന്നെ ഒരു വെസ്റ്റേണായിട്ടുള്ള ഒരു റൂളറിൻ്റെ ഒക്കെ ഒരു രീതിയായിരുന്നു ഇദ്ദേഹം പിന്തുടരുന്നുണ്ടായിരുന്നത്. Bengali society have a great role in empowering him to get such a great position in teaching at the Hindu college. He was not only holding the position of a teacher, but it extended him to move on to the movement of Young Bengal group. The interesting fact here is that he was a good teacher, that most of his students in future held public positions as academics and activists. ഡെറോസിയോ വെറും ഒരു ടീച്ചർ മാത്രമൊന്നുമല്ലായിരുന്നു, അദ്ദേഹത്തിന് ഒരു യങ് ബംഗാളി ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ടീച്ചറായിരുന്നു ഇദ്ദേഹം. പിന്നെ പല വിദ്യാർത്ഥികളും, മെയിനായിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒട്ടുമിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും തന്നെ പിന്നീട് വലിയ പൊസിഷനിലൊക്കെ ചേർന്നിട്ടുള്ളവരാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്നത്. സോ ഞാൻ അടുത്ത വീഡിയോസൊക്കെ ഇതിൻ്റെ ഫോളോയിങ് പാർട്സുകളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ലൈക്ക് ചെയ്യാതെയൊക്കെ കാണുന്നവർ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മീ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ യു സൂൺ.